നമ്മുടെ തട്ടെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം വൃത്തിയാക്കിയായിരുന്നു. ഉണ്ടല്ലോ പേപ്പർ ഇട്ടിട്ടാണ് എപ്പോഴും വെക്കൽ. പേപ്പറെല്ലാം പോയി പൊടി പറ്റാതെ കൊണ്ട് അലർജി അല്ലേ, അതുകൊണ്ട് ഒന്നും തൊടാനേ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ മെല്ലെ വന്നിട്ട് കുറച്ച് ഇങ്ങനെ വൃത്തിയാക്കാൻ എല്ലാം ഉണ്ടാകും. എല്ലാം വൃത്തിയാക്കി വെച്ചതാണ് ഇതുള്ളത്. കടല, പരിപ്പ്, നമ്മൾ തരക്കേരിയാണ് വേണ്ട, തരക്കേരി വേറെ എല്ലാ പൊടികളെല്ലാം ഇതാ. കടുക്, ചുക്കുപൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാപ്പി, നല്ലൊരു അച്ചാറുകൾ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയാണ് ഒന്നിച്ച് പൊടിച്ചുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ച്. മാങ്ങ ഉണ്ടല്ലോ, കഴിഞ്ഞ കാലത്ത് മാങ്ങയാണിത്. ഉണ്ടല്ലേ പിന്നെ കുറച്ചായിട്ട് ഇങ്ങനെ വൃത്തിയാക്കാൻ കയ്യൊന്നും നനക്കാനാവുന്നില്ല. ചെറിയ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് വേദന ഇളകി പോയെങ്കിലും നല്ലോണം ആയെങ്കിലും പിന്നെ ഇപ്പോൾ വലത്ത് വയ്ക്കൽ ലേശം വേദന കുറവുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് നോക്കുന്നത്. ഉണ്ടല്ലേ തട്ട് കണ്ടില്ലേ, വേണ്ടാത്തെല്ലാം എടുത്ത് ഞാൻ കളഞ്ഞിപ്പോൾ അതിൻ്റെ പേപ്പർ വെച്ചിട്ടേ. സൗകര്യം അത്രേ ഇല്ലൂ, ഈ ഒരു തട്ടേ ഇല്ലൂ. ഈ വർക്ക് ഏരിയ കഴിഞ്ഞ് ഇപ്പുറത്തെ റൂമായത്, ഇതിനുള്ളിലെല്ലാം അലങ്കോലാണ്. എല്ലാം ഓരോ കുറച്ചായിട്ട് വൃത്തിയാക്കാം. ഒരു ഫ്രിഡ്ജുണ്ട് ഇവിടെ അല്ലേ. എല്ലാവരും സപ്പോർട്ട് വേണമേ. രണ്ടാമത്തെ മോളും കുഞ്ഞായത് കേട്ടാ, മോൻ്റെത്. കണ്ടതല്ലേ, അവസാനം എടുത്ത കുടുംബ ഫോട്ടോയാണിത്. ഏട്ടന് സുഖമില്ലാതെ കീമോ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത ഫോട്ടോയാണിത്. ആഗസ്റ്റിൽ ചെറിയ മോളെ ഇവിടെ പിറന്നാളാണ്. ഡിസംബർ 6 പിറന്നാളാണ്. പിന്നെ ഏതായാലും അച്ചാച്ചൻ്റെ പിറന്നാളിന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണിത്. ആഗസ്റ്റ് 14.